വയനാട് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് പോലും നമ്മൾ ആവശ്യപ്പെട്ട ഒരു തുകയും വയനാടിന് വേണ്ടി അനുവദിച്ചില്ല. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കിട്ടിയിട്ടില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തി എന്നത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി ഭയങ്കരമായ ഒരു മിഡിൽ ക്ലാസ് ബജറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനമില്ല. രാജ്യത്ത് മുഴുവൻ കാർഷിക മേഖല നേരിടുന്ന ഗൗരവമായ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാര്യവും ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജും ഇല്ല. അടിസ്ഥാനപരമായ വിഷയങ്ങളോട് പ്രൈമറി സെക്ടറിനോടും സെക്കൻഡറി സെക്ടറിനോടും എല്ലാം നിരുത്തരവാദിത്തപരമായ നിലപാടാണ് ഈ ബജറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ബജറ്റ് ഇങ്ങനെയായാൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും.